സൂര്യ സൂര്യ എന്താ? സൂര്യ എന്താ എന്നോട് പറയാനുള്ള? അവിനാശ് എന്തേലും പറഞ്ഞോ? പറയൂ സൂര്യ, പറയ 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 സൂര്യ, പറ്റും. ഞാനാ അർജുൻ. സാർ എവിടെ പോയി? ഇവിടെ ഇല്ലല്ലോ. നിങ്ങൾ ഒരുമിച്ചല്ലേ പോയത്? പാതി വഴിക്ക് എന്നെ ഇറക്കി വിട്ട് ഒരു ഓട്ടോ വിളിച്ച് റെസ്റ്റോറന്റിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് സാറ് വണ്ടി ഓടിച്ച് തിരികെ പോയി. ഞാൻ വിചാരിച്ചു വീട്ടിൽ കാണുമെന്ന്. ഡി കെ ഇല്ലെങ്കിൽ എന്താ, ഗോകുലും ബാലും അവിടെ ഇല്ലേ? ഇല്ല മാഡം, അവരും വന്നിട്ടില്ല. ഇവിടെ ആകെ പ്രശ്നം. പ്രശ്നം? എന്ത് പ്രശ്നം? ആരോ ഇവിടെ സ്പെഷ്യൽ ഫുഡ് നേരത്തെ ഓർഡർ ചെയ്തിരുന്നു. അതുണ്ടാക്കാൻ ഷെഫും ഇല്ല, സാറും ഇല്ല. അയ്യോ. അവർക്കാണെങ്കിൽ ആ ഫുഡ് കിട്ടിയേ തീരുമെന്നും പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കൊണ്ട് ഞാൻ പറയിക്കും. പറഞ്ഞത് നിനക്ക് തരാൻ പറ്റുമോ? ഹലോ ഹലോ, എന്താ അവിടെ ബഹളം? ഹലോ. ആ ശരി ശരി, ഞാൻ വരാം. എന്നാൽ ഈ ഹിറ്റ്ലർ ഇത് എവിടെ പോയി? മാഡം എപ്പ കിട്ടും? ഇപ്പം കിട്ടും. ജസ്റ്റ് വെയിറ്റ് ചെയ്യണേ. തരണം. തരും. ഒന്നിന്റെ കൂടെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. തരും തരും. അവന്മാർ ഓർഡർ ചെയ്ത് എന്ത് ഫുഡാന്ന് പറഞ്ഞു? മെക്സിക്കൻ കബാബ്. മെക്സിക്കൻ കബാബ്? അതെങ്ങനെ ഉണ്ടാക്കുന്നെന്ന് എനിക്കറിയോ? ഇല്ല മാഡം. മാഡത്തിന് അറിയില്ലേ? എനിക്കെങ്ങനെ അറിയാനാ? ചേട്ടാ, ഈ മെക്സിക്കൻ കബാബ് എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് അറിയോ? അയ്യോ ഇല്ല മാഡം, ഞാൻ പാത്രം വാഷ് ചെയ്യുന്ന ആളാ, എനിക്കറിയില്ല. ശരി. അയ്യോ എന്റെ ദൈവമേ, ആകെ കുഴഞ്ഞല്ലോ. ഇനിയിപ്പോ എന്തോ ചെയ്യും? യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കി കൊടുത്താലോ? യൂട്യൂബിൽ നോക്കി? പിന്നെ മാഡം, അവന്മാര് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ. താൻ എന്നെ ഇങ്ങനെ പേടിപ്പിക്കാതെ. മാഡത്തിനെ കൊണ്ടിത് പറ്റില്ല മാഡം. നമുക്ക് വേറെ ഏതെങ്കിലും ഫുഡ് ഉണ്ടാക്കി മെക്സിക്കൻ കബാബ് എന്ന് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് വേണം അവന്മാർ എന്നെ കുത്തി മലർത്താൻ. നമുക്കൊരു കാര്യം ചെയ്യാം, അവന്മാർക്ക് നല്ല മെക്സിക്കൻ കബാബ് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. എങ്ങനെ? അതൊക്കെ ഇതിലുണ്ട്. ഫോളോ മീ. Sensation, feel the vibration. I say, hey, 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 what you got to say, what you got to say. Lean and mean when I'm on the scene. Jump around, jump around, jump around now. Jump up, jump up again. അത് അച്ഛാ. എന്താടി ഈ കാണിച്ചത്? ഇത് സ്വന്തം വീടാണെന്ന് നീ മറന്നുപോയ? നിനക്ക് കേറി വന്ന് തോന്നിയ ദിവസം കാണിക്കാൻ
ആരും ഇല്ലാത്തവളല്ലേ ഇവള്. എന്റെ മോള. അങ്കിൾ ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്നും കേൾക്കണം. നീ ഇനി ഒന്നും പറയണ്ട. എന്താ സുധേട്ട ഇത്? വീട്ടിലേക്ക് കയറി വന്നൊരാളെ ഇങ്ങനെ അപമാനിക്കാമോ? മിണ്ടിപ്പോയത്. ഒരു വീട്ടിൽ കയറി വന്ന് ആർക്കും എന്ത് തോന്നിയ ദിവസം കാണിക്കുന്നാണ് നീ പറയുന്നത്? അതിനാണോ നീ നിന്റെ മോളെ വളർത്തുന്നത്? വെറുതെ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാനായിട്ട്. നാട്ടുകാർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? അവര് വായി തോന്നുന്നൊക്കെ പറയും. അതിന് നമ്മൾ ചെവി കൊടുക്കാതിരുന്നാ പോരെ? നീ ഒരു അമ്മയാണോടി? ഏതെങ്കിലും ഒരു അമ്മ നീ പറയുന്ന പോലത്തെ വർത്തമാനം പറയുവോ? ഇതുവരെ നടന്നൊക്കെ ഞാൻ ക്ഷമിച്ചു. ഒരു പെൺകുട്ടിയുടെ അച്ഛനെ ഞാൻ. എനിക്ക് അതിന്റേതായ കടമകളുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ നിന്നോട് പറയാ, മേലിൽ ഈ വീട്ടിലേക്ക് വരരുത്. നിന്നോടും കൂടിയാ പറയുന്നത്. ഇനി മേലിൽ നീ ഇവനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. പോയിക്കോ, ഇറങ്ങി പോഴോ. അങ്കിൾ ഞാൻ പറയുന്നത് ദയവായിട്ടൊന്ന് കേൾക്കണം. എല്ലാം തുറന്ന് സംസാരിക്കാനായിട്ടാ ഞാൻ ഇന്നിങ്ങോട്ട് വന്നത് തന്നെ. ആർക്കും ഒരു ദോഷം വരാത്ത രീതിയിൽ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കാം. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? പ്രിയയെ ഞാൻ ഉടൻ കല്യാണം കഴിക്കാം. നിർത്തടാ. നീ എന്താ പറഞ്ഞത്? എന്റെ മോളെ നീ കല്യാണം കഴിക്കുന്നു? മനസാക്ഷി ഉണ്ടോടാ നിനക്ക്? നിന്റെ കാൽപാദം പറഞ്ഞ് ഈ മണ്ണ് തന്നെ വിണ്ട് കീറിപ്പോവും. അത്രയ്ക്ക് ദുഷ്ടനാ നീ. എഴുന്നേൽക്കാൻ വയ്യാതെ ജീവച്ഛവം പോലെ ഒരു പെണ്ണവിടെ കിടപ്പുണ്ട്, നിന്റെ ഭാര്യ. എന്നിട്ടാണോ നീ ഇപ്പൊ എന്റെ മോളെ കല്യാണം കഴിക്കാൻ നടക്കുന്നത്? അങ്കിൾ എന്നെ തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത്. കാര്യങ്ങള് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. നീ ഇനി ഒന്നും പറയണ്ട. DKയുടെ ബന്ധുവായതുകൊണ്ടാ കഴിഞ്ഞ തവണ നീ ഇവിടെ തല്ലുകൊള്ളാതെ പോയത്. പക്ഷേ ഇത്തവണ നീ ആ മര്യാദ എന്നിൽ നിന്നും പ്രതീക്ഷിക്കരുത്. ഇറങ്ങിപ്പോ. ഇറങ്ങി പോകാൻ. ഇത് താരക്ക്, ഇത് ചിത്രക്ക്. നോക്കണ്ട, നിങ്ങളെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ഇതൊക്കെയാ ഇതിന്റെ ഒരു രീതി. ഒപ്പിട്ടോളൂ. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൻ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൻ. എന്തു പറ്റി? എനിക്ക് ഒരു പാട്ട് കേട്ടതുപോലെ. പാട്ടോ? നിനക്ക് തോന്നിയതാ? ഒപ്പിട്. ഈശ്വര, കറക്റ്റ് റൂട്ടിൽ തന്നെയാണല്ലോ പോകുന്നത്. ഓ, അതും കൊടുക്ക. അയ്യോ, പെണ്ണ് കൊടുത്തില്ല. ദാ 3.5 കോടി വേണമെങ്കിൽ എണ്ണി നോക്കാം. ഹേയ് വേണ്ട, ഞങ്ങൾക്ക് വിശ്വാസം. അപ്പൊ ശരി, എല്ലാം പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, അവളെ ഇതിൽ ഇടപെടുത്തി ആ ജീവിതം കൂടി താറുമാറാക്കണ്ട. ഞാൻ തന്നെ നേരിട്ട് DKയോട് പോയി പറയാം. DKയുടെ ബന്ധുവല്ലേ അവിനാഷ്? അയാൾ പറഞ്ഞാൽ അവൻ ഇതിൽ നിന്ന് പിന്മാറാതിരിക്കില്ല. വീടിന്റെ സമാധാനം പോയാൽ പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ എന്താ അർത്ഥം? ഗൃഹനാഥനെ മനസ്സിലാക്കാത്ത ഭാര്യയും മക്കളും തന്നെ ഒരു വീടിന്റെ സമാധാനം ഇല്ലാതാക്കുന്നത്. എന്തായാലും
വരുന്നത് പോലെ വരട്ടെ. DK തന്നെ കണ്ട് കാര്യം പറയാം. പറഞ്ഞേ പറ്റൂ. CBIയുടെ യഥാർത്ഥ ഉദ്ദേശം ഹിറ്റ്ലറോട് തുറന്നങ്ങ് പറഞ്ഞാലോ? ഒരു സൂചന കൊടുത്തപ്പോ തന്നെ എന്നെ ചാടിക്കടിക്കാൻ വന്നു. അപ്പൊ പിന്നെ ബാക്കിയും കൂടി പറഞ്ഞാലോ? ഹിറ്റ്ലർ ചിലപ്പോ എന്നെ പച്ചയ്ക്ക് പുഴുങ്ങി തിന്നും. അത്രയ്ക്ക് വിശ്വാസമാണല്ലോ ആ CBIയെ. ബേട്ടി എന്താ ഒരു തിങ്കിങ്? എല്ലാരും ഫുഡ് കഴിച്ച് കിച്ചൺ ക്ലോസ് ചെയ്ത് പോയി. അല്ല, മോളെന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? നിനക്കെന്താ പറ്റിയേ? ഒന്നും പറ്റാതിരിക്കാനാമേ ഞാൻ ഇവിടെ വന്നേ. ഞാൻ തൊടുന്നതും പറയുന്നതും എല്ലാം എന്നെ തന്നെ തിരിഞ്ഞു കടിക്കുന്ന സംഭവങ്ങളാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ മോൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചപ്പോ എന്റെ മനസ്സ് എത്ര വേദനിച്ചു എന്നറിയോ? നീ ഫുഡ് ഉണ്ടാക്കി കൊടുത്ത 3 പേര് ഹോസ്പിറ്റലാണല്ലേ? അത് പിന്നെ ആണെന്നാ തോന്നുന്നത്. ആണ്. അതും അമ്മ അറിഞ്ഞില്ലേ? യേസ് ബേട്ടി, ഈ മദർ അറിയാത്തതായി ഇവിടെ ഒന്നും സംഭവിക്കില്ല. എന്റെ ലിറ്റിൽ കണ്ണം പറഞ്ഞത് കേട്ടിട്ടില്ലേ? എന്ത് സംഭവാമി UK എന്ന്? എന്തെന്ന്? എടി പൊട്ടിക്കളി, വരാനുള്ളതൊന്നും വഴി തങ്ങത്തില്ലാന്ന്. അതെ, ഗുണ്ടകളുടെ രൂപത്തിലും വരും. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഓ അങ്ങനെ. അല്ല ബേട്ടി, സത്യത്തിൽ നീ അവർക്ക് എന്ത് ഫുഡ് ഉണ്ടാക്കി കൊടുത്തത്? മെക്സിക്കൻ കബാബ്. മൈ ഗോഡ്, നീ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ? എങ്കിലേ നാളെ മുതല് ഹോട്ടലിലെ ഷെഫിനെ പറഞ്ഞു വിട്ടിട്ടേ നിന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്യാനേ ഞാൻ ടീക്കോട് പറയാം. ശവത്തെ കുത്തല്ലേ അമ്മ? മെക്സിക്കൻ പോയിട്ട് കേരളത്തിലെ ചിക്കൻ കബാബ് പോലും എനിക്കുണ്ടാക്കാൻ അറിയത്തില്ല. കൈ കിട്ടി എന്തൊക്കെയോ അങ്ങ് വാരി ചേർത്തു. എല്ലാം ആ യൂട്യൂബ് അമ്മച്ചി പറഞ്ഞു തന്നതാ. പക്ഷെ കംപ്ലീറ്റ് തെറ്റിപ്പോയി അമ്മേ, കംപ്ലീറ്റ് തെറ്റിപ്പോയി. കോക്കനട്ട് എണ്ണയ്ക്ക് പകരം കടുകെണ്ണയാ ഞാൻ എടുത്തു വെച്ചത്. ആ ഗുണ്ടകളുടെ വയറ് കംപ്ലീറ്റ് ലൂസായി പോയി. ആകെ കേസായിപ്പോയി. എന്തൊരു ഷെയിം. ഇതിനാണോ നീ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? നോ പ്രോബ്ലം. പക്ഷേ DKക്ക് ഇത് വലിയ പ്രോബ്ലം. എന്നെ വയറ് നിറയെ ചീത്ത പറഞ്ഞു. ഇനി റെസ്റ്റോറന്റിൽ കയറിയാ എന്റെ കാല് തല്ലി ഒടിക്കും എന്ന് വരെ പറഞ്ഞു. അല്ല, ഇന്ന് നടന്ന സംഭവത്തിൽ നിന്ന് നിനക്ക് എന്താ തോന്നിയത്? എന്നുവെച്ചാ എന്തുകൊണ്ടാ നീ ഇന്ന് റെസ്റ്റോറന്റിൽ പോയി ഫുഡ് ഉണ്ടാക്കേണ്ടി വന്നത്? അവിടെ ഷെഫും ഇല്ലായിരുന്നു, ഉത്തരവാദിത്തമുള്ള അമ്മയുടെ കൊച്ചുമക്കളും ഇല്ലായിരുന്നു. അമ്മ എന്താ ആലോചിക്കുന്നു? അല്ല, മുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാകണമെങ്കിൽ എന്തായിരിക്കും അതിന്റെ റീസൺ? അമ്മയുടെ കൊച്ചുമക്കൾക്ക് ഉത്തരവാദിത്വം ഇല്ല, അത്ര തന്നെ. ഹിറ്റ്ലറിന് അവരെ കണ്ണടച്ച് വിശ്വാസം. അതിനെതിരെ ഞാൻ എന്തേലും പറഞ്ഞ അമ്മയുടെ മോനത് പിടിക്കില്ലല്ലോ. സ്വന്തം ഹസ്ബൻഡിനെ അമ്മയുടെ മോനെന്നാണ് വിളിക്കുന്നത്. എന്റെ മോളെ നല്ലൊരു പണക്കാരനെ കൊണ്ട് തന്നെ ഞാൻ കല്യാണം കഴിപ്പിക്കും. നിങ്ങൾ എതിർത്താലും ഇല്ലെങ്കിലും. അങ്ങനെ എന്റെ സമ്മതമില്ലാതെ നിന്റെ തന്നിഷ്ടത്തിന് അവളുടെ കല്യാണം നടത്താമെന്ന് നീ വിചാരിക്കണ്ട. ഇനി അവിനാഷിന്റെ പേര് ഈ വീട്ടിൽ ഉച്ചരിച്ചാൽ കൊന്നുകളഞ്ഞ. നീയും നിന്റെ മോള് 1000 തവണ ആവർത്തിച്ച് പറഞ്ഞാലും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ കല്യാണം നടക്കില്ല. അത് ഞാൻ സമ്മതിക്കില്ല. നമുക്ക് കാണാം. നിങ്ങൾ എങ്ങനെയൊക്കെ തുള്ളിയാലും എന്റെ മോളെ ഞാൻ അവന് തന്നെ കെട്ടിച്ചു കൊടുക്കും.
ഹലോ മൈ ഡിയർ സൺ, ഹാവ് എ ടീ ബ്രേക്ക്. ഇന്നെന്താ ചായ കൊണ്ട് അമ്മ തന്നെ വന്നത്? അമ്മയല്ലേ മക്കൾക്ക് ചായ കൊണ്ടുവരേണ്ടത്. ഇതൊക്കെ ചെയ്യാൻ ഇവിടെ മറ്റാരും ഇല്ലേന്നാ ചോദിച്ചത്. മറ്റാരെന്ന് പറഞ്ഞാ നീ ആരെയാ ഉദ്ദേശിച്ചത്? നിന്റെ വൈഫിനെയാണോ? ഹലോ മൈ ഡിയർ സൺ, വെറുതെ ചായ കൊണ്ടെത്താനും ചോറുണ്ടാനും വിളിക്കാനുള്ളതല്ല വൈഫ്. ആ വൈഫിന് വേറെയും ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അനുവദിച്ചു കൊടുക്കുകയും വേണം. ആ ബേക്കറിക്കാരിക്കോ? അവൾ ഇവിടുന്ന് പോകുന്ന അന്നേ എന്റെ തലവേദന മാറും. നിന്റെ തലവേദന നീ തന്നെയാ. അത് നീ ആദ്യം മനസ്സിലാക്കണം. അതൊക്കെ പോട്ടെ, എനിക്ക് അമ്മയോട് വേറൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അമ്മ ഇന്നലെ പറഞ്ഞപ്പോഴാ എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായത്. ഞാൻ എന്റെ മരുമക്കൾക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം കൊടുക്കണമായിരുന്നു. ഞാനിതുവരെ എന്റെ ബിസിനസ് അവരുടെ ബിസിനസ് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇപ്പൊ അവർക്കിത് അവരുടെ ബിസിനസ് അല്ല എന്നൊരു തോന്നലുണ്ടായി. അപ്പൊ പിന്നെ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ അവർക്കും തീർച്ചയായും ആഗ്രഹം ഉണ്ടാവുമല്ലോ. അത് ശരിയാ മോനെ. നീ അവരെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വിടണം. അപ്പം അവരുടെ ഉത്തരവാദിത്തം അവർക്ക് മനസ്സിലാവും. ശരിയമ്മേ, ഞാൻ അവർക്ക് വേണ്ടി പുതിയൊരു ബിസിനസ് ആലോചിക്കുന്നുണ്ട്. തൽക്കാലം ഇതമ്മ അവരോട് പറയണ്ട, ഒരു സസ്പെൻസ് ആയിരിക്കട്ടെ. ഓ ശരി ശരി ആയിക്കോട്ടെ. ഹലോ ഡി കെ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം തന്നെ. ഞാനൊരു ഹെൽപ്പ് ചോദിക്കാനാ ഇപ്പൊ തന്നെ വിളിച്ചത്. സാറിന് എന്റെ ഹെൽപ്പോ? എന്ത് ഹെൽപ്പ് വേണം സാർ? പറയൂ, ഐ ആം റെഡി. എനിക്കല്ല, എന്റെ മരുമക്കൾക്ക്. ശ്രീരാമനെയും ഗോകുലിനെയും ബാലുവിനെയും നിങ്ങൾക്കറിയില്ലേ? അവരെ അറിയില്ലെന്നോ? അവരല്ലേ ഡി കെയുടെ ബിസിനസിന്റെ നെടുന്തൂണുകൾ. അവർക്ക് വേണ്ടി ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് മാത്രമായിട്ട്. അതിന് ഒരു ലോൺ വേണം. ഗ്യാരണ്ടർ ഞാൻ തന്നെയാ. പ്രപ്പോസൽ ഞാൻ അയച്ചുതരാം. ഓക്കെ സാർ. നിങ്ങൾ ഗ്യാരണ്ടറായി നിന്നാൽ ലോൺ കൊടുക്കാനാണോ പ്രയാസം? എത്ര കോടി വേണമെങ്കിലും ബാങ്ക് കൊടുക്കും. ഓക്കെ, താങ്ക് യു. ബേക്കറിക്കാരി, നീ എന്താ പിന്നിൽ വന്ന് ഒളിച്ചു നിൽക്കുവാണോ? അതെ, ഒളിച്ചു നിൽക്കുമായിരുന്നു. എന്നാലല്ലേ നിങ്ങൾ രഹസ്യം പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അതിന് ഞാനിവിടെ രഹസ്യമൊന്നും പറഞ്ഞില്ലല്ലോ, ഉറക്കെയല്ലേ സംസാരിച്ചത്. അതെ, നേരത്തെ അമ്മയോട് സീക്രട്ട് എന്നോ സർപ്രൈസ് എന്നോ ഒക്കെ പറയുന്ന കേട്ടല്ലോ. ഓ, അത് നീ ഒളിച്ചെന്ന് കേട്ടോ? ഞാൻ എല്ലാം കേട്ടു. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? മരുമക്കൾക്ക് പുതിയ ബിസിനസ് ഉണ്ടാക്കി കൊടുക്കാനാ? നീ പതുക്കെ സംസാരിച്ചാ മതി, എനിക്ക് കേൾക്കാം. പതുക്കെയല്ല, ഞാൻ ഉറക്കെ തന്നെ സംസാരിക്കും. മരുമക്കളെ ഓടി വന്നേ. നിങ്ങളുടെ അമ്മാവ് നിങ്ങൾക്ക് പുതിയ ബിസിനസ് തുടങ്ങി തരാൻ പോകുന്നു. അതേ മരുമക്കളെ ഓടി പോവും. സുപ്രിയെ കൊന്ന കേസിൽ ഡി കെ അറസ്റ്റ് ചെയ്യാൻ ഇയാൾക്കൊരിക്കലും സാധിക്കില്ല. അഥവാ അങ്ങനെ എന്തെങ്കിലും കള്ളക്കേസിൽ ഡി കെ കുരുക്കിയ ഡി കെ രക്ഷിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോവും. ഈ വീടിനെന്തോ കാര്യമായ ദൃഷ്ടിദോഷമുണ്ട്. ശത്രുദോഷം, ദൃഷ്ടിദോഷം, കണ്ണേറ്, നാളുദോഷം എല്ലാം ഇത് കെട്ടിയാ മാറുന്നല്ലേ കൈനോട്ടക്കാരി പറഞ്ഞത്. ഇപ്പോഴല്ലാട്ടോ, പണ്ട് പറഞ്ഞതാ. ഇപ്പൊ അത് മാറിയിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഈ വീടിന്റെ ടെറസിൽ കിടന്ന് തൂങ്ങിയാടി ഈ വീടിന് നേർക്ക് വരുന്ന സകല ദോഷവും അങ്ങ് മാറ്റേക്കണം. ഓക്കെ? ഓം ദിക്ക് തെളിയണം, മാനം തെളിയണം, വീട് തെളിയണം, ദൃഷ്ടിദോഷവും കണ്ണേറും പടികടം നോടണം. എന്റെ മരുമക്കളുടെ കുശുമ്പും കുന്നായ്മയും എല്ലാം സൈലന്റ് ആവണം. എന്റെ മുത്തിയമ്മേ കാത്തോണേ.
അയ്യോ, എത്തുന്നില്ലല്ലോ. ഇവിടെ എവിടെയെങ്കിലും ഇവിടെ കെട്ടാ. ഇവിടെ കൊള്ളൂല. ആ അമ്മ. ശരി, ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ എത്താം. ആ, ബാക്കിയൊക്കെ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ശരി, അങ്ങനെ ആവട്ടെ. ഗുഡ് മോർണിംഗ് വൈസാൻ. മോർണിംഗ്. ഈടായിട്ടേ നിനക്ക് കുറച്ച് ഗ്ലാമർ കൂടുന്നുണ്ട്. അമ്മയുടെ സ്നേഹമാണ് മകന്റെ ബ്യൂട്ടി. അത് കൊള്ളാം. നിനക്ക് നല്ലതുപോലെ സോപ്പിടാനൊക്കെ അറിയാം. അതെ, അവന്മാര് വരുമ്പോ അടുത്ത ആഴ്ച എല്ലാരും കൂടി ഒരു ടൂർ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക്. സത്യം? നീ ആളാകെ മാറിയല്ലോ മൈ ഡിയർ സൺ. ഇതൊരു ചേഞ്ച് അല്ലമ്മേ, എന്റെ കുട്ടികളോടുള്ള സ്നേഹമാണ്. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണെന്നല്ലേ അമ്മ പറഞ്ഞത്? അതെ. ദേ, നിന്റെ മക്കളോട് മാത്രം ആ സ്നേഹം പ്രകടിപ്പിച്ചാ പോരാ, പിന്നെ നിന്റെ വൈഫിനോട് കുറച്ച് സ്നേഹം പ്രകടിപ്പിക്കണം. കണ്ണ, ജോജി ഒരു പാവം കുട്ടിയാടാ. നോ, അത് മാത്രം പറയരുത്. ആ ബേക്കറിക്കാരിയെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. ഈശ്വരാ, കുമ്പളങ്ങ ഹിറ്റ്ലറുടെ തലയിൽ തന്നെയാണോ വീണത്? ബേക്കറിക്കാരി, നീ എന്താ കാണിച്ചത്? അത് കുമ്പളങ്ങ തലയിട്ട് കൊല്ലാൻ നോക്കണോ? ഇല്ല, സോറി ഹിറ്റ്ലറെ. ഞാൻ ഈ വീടിന്റെ ദൃഷ്ടിദോഷം മാറാനേ കുമ്പളങ്ങ കെട്ടിത്തൂക്കിയിടുമായിരുന്നു. ഈ വീടിന്റെ ദോഷം നീയാ. മര്യാദക്ക് ഇങ്ങോട്ട് ഇറങ്ങി വാടി. വേണ്ട, ഞാൻ വരുന്നില്ല. ഹിറ്റ്ലർ പൊയ്ക്കോ. എടി, നീ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നോ അതോ ഞാൻ മുകളിലേക്ക് കയറി വരണോ? വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ഓ, എന്ത് ചെയ്യുമെന്തോ. അവന്മാര് വിളി തുടങ്ങി. അപ്പൊ അവർക്ക് കാര്യം മനസ്സിലായി. ഇങ്ങനെ ചാടിക്കറി അവന്മാര് ഡോക്യുമെന്റ്സ് ബാങ്കിൽ കൊടുക്കുമെന്ന് ആരറിഞ്ഞു? താനല്ലേ പറഞ്ഞത് പ്രമാണം എഴുതി കഴിഞ്ഞ് ലോണിന് അവന്മാര് ബാങ്കിലേക്ക് പോകുന്നുള്ളത്? ഡികെയുടെ കുട്ടികളെ ചിലപ്പോ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റിയല്ല. എടാ, നീ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. കുന്തം വീണ്ടും വിളിക്കും. ബാങ്കിൽ ചെന്ന് ഡോക്യുമെന്റ് ഫേക്ക് ആണെന്ന് തോന്നിയപ്പം അവർക്ക് ചങ്കിടിപ്പ് തുടങ്ങി കാണും. ആ ഫോണിന് താൻ എടുക്കണ്ട. കുറച്ചു ദിവസം താൻ ഇവിടുന്ന് മാറിയെന്നേക്ക്. ഇനി ഞാനെന്നിറങ്ങി കളിക്കാം. അവന്മാരൊപ്പിട്ട ചെക്കും മുദ്രപത്രങ്ങളും കൊണ്ട് ഇപ്പൊ ഞാനൊരു കളി കളിക്കാൻ പോവാ. പഴയൊരു കണക്ക് ഡികെയോട് എനിക്കെന്ന് ചോദിക്കാനുണ്ട്.
ആ പരമനാറി മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കാം. ഇതുപോലുള്ള ഉടായ്പകളാണല്ലോ നിന്റെ ആങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത്. ഏട്ടൻ ഇതൊന്നും അറിഞ്ഞു കാണില്ല. മിണ്ടരുത്. കൈ കിട്ടിയ നിന്റെ ആങ്ങളാ പോലീസാന്റെ മോന്തടിച്ച് പൊളിക്കും ഞാൻ. കേട്ടില്ല. എന്തായാലും അവിനാശനൊന്ന് വിളിച്ചു നോക്ക്. ഓ, താനെന്തോ ഇനിയിപ്പൊ പറയാൻ പോന്നെ? കേട്ടോ? ഹലോ ഗോകുൽ, എന്തായി? ലോണൊക്കെ ആയല്ലോ അല്ലേ? അളിയാ, അവന്മാര് നമ്മളെ ചതിച്ചു. അത് ഫേക്ക് ഡോക്യുമെന്റ് ആണ്. ആ ചന്ദ്രബാനു നമ്മളെ ചതിച്ചു. വാട്ട്? ചതിച്ചെന്നോ? അങ്ങനാണ് അവനെ കൈയോടെ പൊക്കണം. എടാ, നീ ആ ഫോണും തന്നെ, ഞാൻ സംസാരിച്ചോളാം. അളിയ, സംഗതി ചതിയ. അളിയനാണ് ഞങ്ങൾക്ക് അവരെ പരിചയപ്പെടുത്തി തന്നത്. അളിയൻ എത്രയും പെട്ടെന്ന് അവനെ പൊക്കണം, എന്നിട്ട് ആ പണം തിരിച്ചു വാങ്ങിച്ചു തരണം. ഇല്ലെങ്കിലേ അളിയന്റെ പെങ്ങളും ഞങ്ങളും എല്ലാവരും കൊടുക്കും. അളിയ, എനിക്കിതിലൊന്നും ചെയ്യാനില്ല. ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യാത്ത എന്റെ കുറ്റമാണോ? പിന്നെ ആ പണം പറഞ്ഞ സമയത്ത് തന്നെ തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ വലിയ പ്രശ്നമാവും. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വിഷമിക്കണ്ട. അളിയനെ ഞാൻ തിരിച്ചു വിളിക്കാം. ഓക്കെ? നിന്റെ ആങ്ങളെയും കൈയൊഴിഞ്ഞു. അവനും അവരുടെ കൂട്ടത്തിലാണോന്നാ ഇപ്പൊ എന്റെ സംശയം. എന്റെ ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല. നമ്മൾ തമ്മിൽ വഴക്ക് കൂടിയിട്ട് എന്താ കാര്യം? നമ്മൾ ഒരുമിച്ചൊരു കാര്യം തീരുമാനിച്ചിറങ്ങി. ഇനി മുങ്ങിയാലും ഒന്നിച്ച്, പൊങ്ങിയാലും ഒന്നിച്ച്. തൽക്കാലം DK അറിയാതെ എങ്ങനെ ഈ പ്രശ്നം തീർക്കാമെന്ന് ആലോചിക്കും. ചന്ദ്രഭാനു ആര് പറഞ്ഞിട്ടാ അവൻ നമ്മളെ ചതിച്ചെന്നറിയണം. കുമ്പളങ്ങ വീണത് എന്റെ കുറ്റം കൊണ്ടാ? ഏത് നേരം ബേക്കറിക്കാരി എന്ന് മന്ത്രം പോലെ ജപിച്ചോണ്ടിരിക്കുമല്ലോ. ആ ഹിറ്റ്ലറിന്റെ വെള്ളരിക്ക മോന്തയ്ക്ക് തന്നെ ആ കുമ്പളങ്ങ വീഴേണ്ടതായിരുന്നു. അല്ല, ആ കുമ്പളങ്ങ കെട്ടുന്നതിന്റെ കീഴി വന്നിക്കാൻ ഇയാളോട് ആരാ പറഞ്ഞേ? നിന്റെ മോന്തെ ആ കുമ്പളങ്ങ ഒരുപോലെ തന്നെയാ. എന്നെ കുമ്പളങ്ങ മോന്തെന്ന് വിളിക്കുന്നില്ലേ? നിങ്ങളെ ഞാന് ബേക്കറി, നിനക്കെന്താ കണ്ണ് കാണാൻ വയ്യേ? മനുഷ്യനെ കാണാൻ വയ്യേ? നിങ്ങൾ എന്താ എന്നെ കണ്ടില്ലേ? ഒന്ന് ഒഴിഞ്ഞു മാറായിരുന്നില്ലേ? നിന്നോട് തർക്കിച്ചിട്ട് കാര്യമില്ല. നോക്കിയും കണ്ട് നടക്കാൻ പഠിക്കാത്ത യൂസ്ലെസ്. യൂസ്ലെസ് എന്ന് വിളിച്ചോണ്ടല്ലോ. ഞാൻ എന്താ കാന്തമാണോ ഇങ്ങനെ എപ്പോഴും നിങ്ങളെ വന്ന് ഒട്ടാൻ വേണ്ടിട്ട്? ഒരു അബദ്ധം പറ്റിയതില്ല എന്റെ ഹിറ്റ്ലറെ ഒന്ന് ക്ഷമിച്ചേക്ക്. ഇനിയെങ്കിലും ഇങ്ങനെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ നടക്കരുത്. ഇങ്ങനെ പോയാൽ നീ സ്കൂട്ടർ ഓടിക്കുമ്പോ വല്ല വഴിയാത്രക്കാരെയും ഇടിച്ചു കൊല്ലും. ഉറപ്പാ? ഓ അതെ, അതിപ്പോ ഞാൻ സ്കൂട്ടറിൽ ഹോൺ അടിച്ച് സൂക്ഷിച്ചു പോയാലും എതിരെ വരുന്ന ആള് മൊബൈലിൽ സംസാരിച്ചോണ്ട് വന്നാ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. ഞാൻ മൊബൈലിൽ സംസാരിച്ചല്ല വന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാനൊരു ഉദാഹരണം പറഞ്ഞല്ലേ. എനിക്കൊരു ഉദാഹരണവും പറഞ്ഞൂടെ? നിന്റെ ഈ നാവില്ലായിരുന്നെങ്കിൽ നിന്നെ എന്നേ നാട്ടുകാർ തല്ലിക്കൊന്നേനെ. അതെ, ഞങ്ങളുടെ നാട്ടിലെ എല്ലാവർക്കും എന്നെ കുറിച്ച് നല്ലതുപോലെ അറിയാം.
എന്നെ കണി കണ്ടിട്ട് പോയാ അന്നത്തെ കാര്യം സൂപ്പറാന്നാ എന്റെ അച്ഛൻ വരെ പറയണേ. എന്തു പറഞ്ഞാലും തിരിച്ചു പറയാൻ തർക്കത്തിനുണ്ടല്ലോ കയ്യില്. ഈ വീടിന് ഇതിലും വലുത് എന്ത് വരാനിരിക്കുന്നതാ? അതെ, നീ ഒന്ന് നിന്നേ. എന്താ നിന്റെ കയ്യിരിക്കുന്ന ഈ ഫയൽ എന്താ? നിനക്ക് ഈ വീട്ടിൽ ഫയൽ കൊണ്ടു നടക്കേണ്ട ജോലിയൊന്നും ഇല്ലല്ലോ. അത് അയ്യോ എന്റെ ഈശ്വര, കുടുങ്ങിയല്ലോ. ഹിറ്റ്ലറിനോട് സത്യം പറയണോ? ഇപ്പൊ ഇത് DK കണ്ട ഇവിടെ ഭൂകമ്പം തന്നെ നടക്കും. ആദ്യം സത്യം എന്താന്ന് അറിയട്ടെ, എന്നിട്ട് DKയോട് പറയാം. ചോദിച്ചില്ലേ ഈ ഫയൽ എന്താണെന്ന്? അതെന്തിനാ നിങ്ങൾ അന്വേഷിക്കുന്നേ? ചിലപ്പോ പേപ്പറും പേനയും കാണും, അല്ലെങ്കിൽ ഡയലോഗ് എഴുതിയ പേപ്പർ കാണും. ഡയലോഗോ? എന്ത് ഡയലോഗ്? അത് പിന്നെ സിനിമയുടെ ഓഡീഷൻ ഉണ്ട്, ഉടനെ തന്നെ ഉണ്ടാവും നായികയായിട്ട് അഭിനയിക്കാൻ. അതിനുള്ള ഡയലോഗ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയ സ്ക്രിപ്റ്റാ ഇത്. എന്തേ കേക്കണം? കുറച്ച് കാണാതെ പഠിച്ചിട്ടുണ്ട്. ഹേ ഭഗവാൻ, ഈ കൊടും വനത്തിനുള്ളിൽ ഒരു രാക്ഷസന്റെ മുമ്പിൽ അകപ്പെട്ടു പോയി ഞാൻ. കോട്ടും സ്യൂട്ടും കണ്ണടയും ധരിച്ച ഒരു ന്യൂജൻ രാക്ഷസൻ. ദയവ് ചെയ്ത് ഈ ദാസിയെ രക്ഷിക്കൂ. ഈ രാക്ഷസൻ എന്നെ പച്ചയ്ക്ക് തിന്നു മുൻപ് എന്റെ ജീവൻ രക്ഷിക്കൂ, രക്ഷിക്കൂ. പ്ലീസ് പ്ലീസ് ഭഗവാൻ, പ്ലീസ് പ്ലീസ് ഭഗവാൻ. രക്ഷപ്പെട്ടു. ആ രാക്ഷസന്റെ കയ്യിലെങ്ങാനും ഈ ഫയല് കിട്ടിയിരുന്നെങ്കിൽ എല്ലാം ഇന്നും തവിട് പൊടിയായേനെ. ഇനി എങ്ങനെ DKയുടെ മുഖത്ത് നോക്കും? ഉറപ്പായും DK നമ്മൾ അമരാവതിയിൽ നിന്ന് ഇറക്കി വിടും. വല്ല ബ്യൂട്ടി പാർലറിലും എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കേണ്ടി വരും. മേക്കപ്പ് ഇടാനല്ലാതെ നമുക്കൊരു ജോലി അറിയില്ലല്ലോ. നമ്മുടെ കാര്യം പോട്ടെ, ഇവരെന്ത് ചെയ്യും? DKയുടെ ഉത്തരവനുസരിച്ച് ചലിക്കാൻ അറിയാവുന്ന പാവകളല്ലേ രണ്ടും. ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഒന്ന് നിർത്തുന്നുണ്ടോ? മനുഷ്യനിവിടെ തീ തിന്നോണ്ടിരിക്കുമ്പോഴാ കുറ്റപ്പെടുത്തല്. നമ്മൾ 4 പേരും കൂടിയാ എല്ലാം തീരുമാനിച്ചത്. വരുന്നത് എല്ലാരും കൂടി ഒരുമിച്ച് അനുഭവിക്കണം. ആ ജ്യോതി എന്തോ പറഞ്ഞൊന്നും പറഞ്ഞ് ചുറ്റും നിന്ന് എരി കൂട്ടിയത് നിങ്ങൾ രണ്ടും കൂടിയാ. അതുകൊണ്ടാ എടുത്തു ചാടി ഞങ്ങൾ ബിസിനസ് തുടങ്ങാൻ